റൂബൻ അമോറിമിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് ഭയങ്കര സ്റ്റേബിളായിട്ടുള്ള ഒരു ഫുട്ബോൾ കളിക്കുന്ന ടീമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാൻസായിട്ടുള്ള നമ്മൾ ഓരോ മാച്ച് കാണുമ്പോഴും ഇതിനകത്ത് എന്താണ് പ്രശ്നം, പ്ലേയേഴ്സിൻ്റെ പ്രശ്നമാണോ അതോ മാനേജറിൻ്റെ പ്രശ്നമാണോ, നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, ഓരോ മാച്ച് കഴിയും തോറും നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ഭയങ്കര സൂക്ഷ്മമായിട്ട് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് കാണാനുള്ളൊരു ശ്രമം നമ്മൾ ഫാൻസ് നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നലത്തെ മാച്ച് കണ്ടപ്പോഴും എനിക്ക് കുറേ കൺസേൺസും കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് ഗോൾ സ്കോർ ചെയ്യാനാണ്. അപ്പം ഈ സീസണിൽ ഇപ്പം 10-16 മാച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ 30 ഗോൾ അടിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ സീസണിൽ മുഴുവനായിട്ട് നമ്മൾ 44 ഗോളാണ് 38 മത്സരങ്ങളിൽ അടിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സീസണിൽ പകുതിയാകുമ്പോൾ തന്നെ നമ്മൾ 30 ഗോൾ സ്കോർ ചെയ്തു. ആകപ്പാടെ സിറ്റി മാത്രമാണ് ഈ സീസണിൽ നമ്മളെക്കാളും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾ സ്കോറിങ്ങിൻ്റെ ആ ഒരു പ്രശ്നം ഒരു പരിധി വരെ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. കുറേ പ്ലേയേഴ്സിന്, അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ നമ്മുടെ ടീമിലോട്ട് കൊണ്ടുവന്നത് അത് നമ്മൾ പരിഹരിച്ചു. പക്ഷേ നമ്മുടെ ടീം ഒരു ബാലൻസ്ഡ് ടീമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. കാരണം നിങ്ങൾ ഓർക്കണം, ഇന്നലത്തെ ആ ഒരു മത്സരത്തിൽ 4 ഗോള് നമുക്കെതിരെ അടിച്ചു. അപ്പം നമ്മൾ 4 ഗോൾ സ്കോർ ചെയ്തു, നമുക്കെതിരെ 4 നമ്മൾ കൺസീഡ് ചെയ്തു എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഡിഫെൻസീവ്ലി ഉള്ള നമ്മുടെ അല്ലെങ്കിൽ ഡിഫെൻസീവ്ലി നമുക്ക് ആ ഒരു ഗെയിം മാനേജ് ചെയ്യാനുള്ള നമ്മുടെ കഴിവുകേടാണ് നമുക്കിങ്ങനെ തുറന്ന് കാണിച്ച് തരുന്നത്. ഈ സീസണിൽ നമ്മൾ 30 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ 26 നമ്മൾ കൺസീഡ് ചെയ്തു. അപ്പം എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ടീം നോക്കിയാൽ അറ്റാക്കിംഗ് പ്ലെയേഴ്സിൻ്റെ ഒരു അതിപ്രസരമാണ് നമ്മുടെ ടീമിൽ. ഇപ്പം നമ്മൾ ഫൈനൽ തേർഡിലോട്ടൊക്കെ എത്തുമ്പോഴത്തേനും നമ്മുടെ ഷേപ്പ് നോക്കി ഏകദേശം 3 ഡിഫൻഡേഴ്സ്, അതിന് തൊട്ട് മുന്നിൽ കസമിറോ, 3-1, പിന്നെ 6 അറ്റാക്കിംഗ് പ്ലെയേഴ്സ്. ഈ രീതിയിലാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ഇതിൽ ഈ ഡിഫൻസിന് മുന്നേ ഉള്ള കസമീറോ എന്ന് പറയുന്ന പ്ലെയറും അത്ര ഡിസിപ്ലിൻഡ് അല്ല. പുള്ളിയും പലപ്പോഴും അറ്റാക്കിൽ ഇൻവോൾവ് ആകും. അപ്പോൾ അതുകൂടെ ആകുമ്പോഴത്തേനും നമ്മുടെ ഡിഫൻസിനെ ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആക്കുക. ഇന്നലെ കളിച്ച നമ്മുടെ ഡിഫൻഡേഴ്സ് ലെനി യോറോ, ഹെവനൊക്കെ പോണക്കത്തെ ഡിഫൻഡേഴ്സാണ് നമ്മുടെ ഡിഫൻസിൽ കളിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ യങ്ങറായിട്ടുള്ള ഡിഫൻഡേഴ്സിനെ എക്സ്പോസ്ഡ് ആക്കുന്നു. അപ്പോൾ അതൊക്കെ അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിഫൻസിൽ നല്ലൊരു ലീഡർ ഇല്ല, പ്രത്യേകിച്ച് ഡിലിറ്റ് പോയി കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു ലീഡർ ഇല്ല. അപ്പോൾ ഡിഫൻസിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഡിഫൻസിൽ അവർ എക്സ്ട്രാ ഇപ്പോൾ മാർക്ക് ഗെഹി പോണക്കത്തെ ഒരു പ്ലെയറിനെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ മാർക്ക് ഗെഹി, മത്തേസ് ഡിലിറ്റ്, ലിസാൻഡ്രോ മാർട്ടിനസ്, ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് ചോയ്സ് ഡിഫൻസ് നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് കളിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് ഡിഫെൻസീവ്ലി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ഈ ഡിഫൻസിന് തൊട്ട് മുന്നിൽ കസമീറോയും അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ്, ഈ ഒരു മിഡ്ഫീൽഡിനെയാണ് അമോറിം പ്രിഫർ ചെയ്തത്. പക്ഷേ ഓരോ മാച്ച് മുന്നോട്ട് പോകും തോറും അമോറിമിന് മനസ്സിലായി ഈ ബ്രൂണോയെ ഇങ്ങനെ സ്റ്റേ ബാക്ക് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഒരു നമ്പർ 8 ആയിട്ട് കളിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മണ്ടത്തരമാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബ്രൂണോയ്ക്ക് ആ ഒരു ഫ്രീഡം കൊടുത്തു, അറ്റാക്കിലോട്ട് പോകാനുള്ള ഫ്രീഡം കൊടുത്തു. അപ്പോൾ അത് നമ്മളെ ഡിഫെൻസീവ്ലി നമ്മളെ എക്സ്പോസ്ഡ് ആക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കസമീറോ എന്ന് പറയുന്ന പ്ലെയർ ഡിഫെൻസീവ്ലി ഡിസിപ്ലിൻഡ് അല്ല. അത് മാത്രമല്ല പുള്ളിക്ക് ആ ഒരു റിക്കവറി പേസ് എന്ന് പറയുന്ന സാധനമില്ല. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ടീമിൻ്റെ ഡിഫെൻസീവ് സൈഡ് ഭയങ്കരമായിട്ട് എക്സ്പോസ് ആക്കാനുള്ള മെയിൻ കാരണമാണ്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള മിഡ്ഫീൽഡേഴ്സില്ല. അതുകൊണ്ട് തന്നെ 2 ഫസ്റ്റ് ടീമിൽ കളിക്കാൻ പറ്റുന്ന 2 പ്രോപ്പർ ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു നമ്പർ 8 പ്ലെയർ, ഡിഫെൻസീവ് മൈൻഡഡ് നമ്പർ 8s 2 നമുക്ക് വേണം. അത് സ്ട്രെയിറ്റ് അവേ നമ്മുടെ ഫസ്റ്റ് ടീമിൽ കളിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു അറ്റാക്കിംഗ് പ്ലെയറിനെ എന്താണെങ്കിലും സാക്രിഫൈസ് ചെയ്ത് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ആ ഒരു ടീമിന് ആ ഒരു ബാലൻസ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകും. ഇപ്പം ഇതൊരുമാതിരി ഹാൻസി ഫ്ലിക്ക് കാണിക്കുന്ന പോലെ ഉണ്ട്, ഓപ്പോസിഷനെ ഔട്ട് സ്കോർ ചെയ്യുക എന്ന് പറയുന്ന പരിപാടി. ഔട്ട് സ്കോർ ചെയ്യണമെങ്കിലും ആ ഒരു കാര്യത്തിൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. കാരണം ഇന്നലത്തെ മാച്ചിൽ നമ്മൾ 4 ഗോൾ സ്കോർ ചെയ്താൽ പോരാ. എംബിമോ എത്ര ചാൻസ് മിസ് ചെയ്തു, കുണിയ ചാൻസ് മിസ് ചെയ്തു, അമാദ് മിസ് ചെയ്തു. കുറഞ്ഞതൊരു 2 ഗോളെങ്കിലും യുണൈറ്റഡ് സ്കോർ ചെയ്യേണ്ടതാണ്. അപ്പം ഈ ഒരു ഇപ്പം മിഡ്ഫീൽഡ് ഡിഫൻസ് ഇതിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം നമ്മൾ നടത്തേണ്ട കാര്യമാണ്. പിന്നെ ആ ഒരു ടീമിൻ്റെ ബാലൻസിനെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രൈക്കർ. ഇപ്പം സെസ്കോ മോണക്കത്തെ സ്ട്രൈക്കർ അല്ലെങ്കിൽ കുണിയെ നമ്മൾ സ്ട്രൈക്കറായിട്ടൊക്കെ കളിപ്പിക്കുമ്പോൾ അവർ ടുവേർഡ്സ് ദ ബോൾ റൺ ചെയ്യുന്ന, അപ്പം ആ ഒരു ബോളിന് ടുവേർഡ്സ് റൺ ചെയ്യുന്ന ടൈപ്പ് പ്ലെയേഴ്സാണ്.
അപ്പോൾ അവർ ആ ഒരു ഓപ്പോസിഷൻ ഡിഫൻസിനെ ടെസ്റ്റ് ചെയ്യുന്നില്ല, അവരുടെ ആ ഒരു ഡിഫൻസീവ് ലൈനിനെ ടെസ്റ്റ് ചെയ്യുന്നില്ല, അതിന് എഗൻസ്റ്റായിട്ടുള്ള ആ റൺസ് മേക്ക് ചെയ്യുന്ന തരത്തിലുള്ള അത്രയ്ക്കും ആ ഒരു തരത്തിലുള്ള ഡിഫൻസ്, ആ ഒരു സ്ട്രൈക്കർ പ്രൊഫൈൽ നമ്മൾ മിസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മറ്റേറ്റ പോണക്കത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രീമിയർ ലീഗ് പ്രൂവ് ആയിട്ടുള്ള സ്ട്രൈക്കറിനെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതെനിക്ക് തോന്നുന്നു നമ്മുടെ ടീമിനെ കുറേ കൂടെ ബാലൻസ്ഡ് ആക്കാൻ സഹായിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഹാരി കെയ്നെ ഒന്നും കൊണ്ടുവരുന്നത് നടക്കത്തില്ല, അങ്ങനത്തെ വേണ്ടാത്ത സ്വപ്നം നമ്മൾ കാണാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ നടത്തുകയാണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരും. അമോറിമിനെ പുറത്താക്കണം, കോബി മെനുവിനെ കളിപ്പിക്കുന്നില്ല, അതുകൊണ്ട് അമോറിമിനെ പുറത്താക്കണമെന്ന് മുറ വിളിക്കുന്ന കുറച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെജൻസ്, ഇംഗ്ലണ്ട് ഫാൻസ്, ഇങ്ങനത്തെ കുറച്ച് ദുരന്തങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ശരിക്കും ഈ ഒരു ഗെയിമിൻ്റെ ഈ ഒരു ഡിഫൻസീവ് സൈഡ് കുറച്ചുകൂടെ ബാലൻസ്ഡ് ആക്കാൻ അങ്ങനത്തെ പ്രൊഫൈലുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം ഇമ്പ്രൂവ് ആകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കോബി മെനുവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കോബി മെനുവിനെ കസമിറോയ്ക്ക് പകരം കളിപ്പിക്കണം എന്ന് പറയുന്നത് ഭയങ്കര മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോബി മെനു എന്ന് പറയുന്ന പ്ലെയർ ആ ഒരു സിംഗിൾ പിവറ്റായിട്ട് ഇപ്പം ഈ ഒരു സിസ്റ്റത്തിൽ ബ്രൂണോയുടെ കൂട്ടത്തിൽ കളിക്കുമ്പോഴത്തേനും സിംഗിൾ പിവറ്റായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആണോ കോബി മെനു? കോബി മെനു ആദ്യം തന്നെ ഫിഗർ ഔട്ട് ചെയ്യട്ടെ, പുള്ളി എന്താണ്, പുള്ളി നമ്പർ 8 ആണോ നമ്പർ 10 ആണോ അതോ പ്യുവർ നമ്പർ 6 ആണോ എന്താണെന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യട്ടെ, പുള്ളിയെ ലോണിൽ വിടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനുവേണ്ടി അവൻ്റെ ബ്രദർ വന്നിട്ട് കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ ഗർണാച്ചോടെ ബ്രദറിനെ സഹിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അളിയന്മാരെ വേറെ താരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ഫ്രീ കോബി മെനു എന്ന് പറഞ്ഞുകൊണ്ട് കോബി മെനുവിൻ്റെ ചേട്ടനോ അനിയനോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇഷ്ടം പോലെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പല ചാൻസസ് നമ്മൾ മിസ്സ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഓവറോൾ നമ്മുടെ ഗെയിമിൽ ഈ ഒരു ബാലൻസ് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ. അല്ലാതെ അമോറിമിനെ സാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ, പക്ഷേ അമോറിമിൻ്റെ ഭാഗത്ത് അമോറിമ ആ ഒരു എന്നാ പറയുന്നത് കുറച്ച് കടുംപിടുത്തം മാറ്റിയിട്ട് ഇത്രയും അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെ കുത്തി നിറച്ച് കളിപ്പിക്കാതെ ആ ഒരു രണ്ട് ഇപ്പം ഏത് ഷേപ്പ് 4-2-3-1 എന്താണെങ്കിലും നമുക്ക് 3 മിഡ്ഫീൽഡേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര നെസസിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മിഡ്ഫീൽഡിലുള്ള നമ്മുടെ എന്നാ പറയുന്നത് നമ്പേഴ്സിൻ്റെ പ്രശ്നം, മിഡ്ഫീൽഡിൽ നമുക്ക് നമ്പേഴ്സ് ഇല്ലാത്തത് ബാക്കിയുള്ള ടീമുകൾ അത് ക്യാപിറ്റലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും പല മാച്ചസ് ശ്രദ്ധിച്ചു. നമ്മൾ ആദ്യത്തെ ഹാഫ് നമ്മൾ ഡോമിനേറ്റ് ചെയ്യും, സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേനും അവർ ഫിഗർ ഔട്ട് ചെയ്യും എന്താണ് നമ്മുടെ എക്സാക്ട് പ്രശ്നം, ആ മിഡ്ഫീൽഡിലുള്ള നമ്മുടെ പ്രശ്നം അവർ ഫിഗർ ഔട്ട് ചെയ്ത് അതിനനുസരിച്ച് ടാക്ടിക്കലി വ്യത്യാസങ്ങൾ വരുത്തി നമ്മളെ ഡോമിനേറ്റ് ചെയ്യും. ഇന്നലെ അത് തന്നെ കണ്ടത്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഭയങ്കര ഡോമിനേഷൻ, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ സമയത്ത് ഓൾഡ് ട്രാഫോർഡൊക്കെ അങ്ങ് എന്നാ പറയുന്നത് ഇറപ്ഷൻ എന്ന് പറയുമല്ലോ, അങ്ങനെ അലറിക്കോയി വിളിക്കുന്ന ഒരു സംഭവം, ഭയങ്കര പോസിറ്റിവിറ്റി. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നിൽക്കുന്ന സംഭവമാണ്. ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം ആ ഒരു കസമീറോയുടെ ഗോളൊക്കെ, കസമീറോ എന്ന് പറയുന്ന പ്ലെയറിനെ കുറിച്ചും കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം കസമീറോയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കാരണം കസമീറോ ഇന്നലെയും ഗോൾ സ്കോർ ചെയ്തു. ഇതുവരെ കസമീറോ യുണൈറ്റഡിൻ്റെ കരിയറിൽ ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 34 ജിയാൻ്റെ കസമീറോ പോണക്കത്തെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനുണ്ട് എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷേ കസമീറോയുടെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്ന നമ്മുടെ ഡിഫൻസിനെ സംരക്ഷിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പം ഇത്രയും ഹൈലൈൻ കളിക്കുമ്പോഴും ഈ രീതിയിലുള്ള പ്രീമിയർ ലീഗിലെ ഇൻറ്റൻസിറ്റി ഒക്കെ മാച്ച് ചെയ്യാൻ ശരിക്കും കസമീറോ ഇപ്പം ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ റിന്യൂവലിൻ്റെ പരിപാടിക്ക് പോകാതിരിക്കുന്നത് നല്ലത്. പ്രോപ്പർ 2 ഫസ്റ്റ് ടീമിൽ കളിക്കാൻ പറ്റുന്ന 2 മിഡ്ഫീൽഡേഴ്സ് അതിനെ നമ്മൾ സൈൻ ചെയ്യണം, അവരെ ഫസ്റ്റ് 11-ൽ ഇറക്കുകയും ചെയ്യണം. നമുക്ക് ഇന്നലെ മാച്ച് സീല് ചെയ്ത് ജയിക്കാൻ കിട്ടിയ ചാൻസസ് മത്തേസ് കുണിയ, എംബിയുമോ അതൊക്കെ മിസ്സ് ചെയ്ത് ശരിക്കും നമ്മൾ ആ ഒരു 5ാമത്തെ സ്പോട്ടിൽ, പ്രീമിയർ ലീഗിൽ 5ാമത്തെ സ്പോട്ടിൽ സുഖസുന്ദരമായിട്ട് എത്തേണ്ട ടീമാണ് നമ്മൾ. അത് വീണ്ടും പല പ്രാവശ്യം നമുക്ക് ഇതുപോലെ ടോപ്പ് 4-ലെത്താനും ടോപ്പ് 5-ലെത്താനുള്ള ചാൻസസ് കിട്ടുന്നുണ്ട്. ഇതിനെയൊന്നും നമ്മൾ ഗ്രാബ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോകണം എനിക്കറിയത്തില്ല. ഇതിനിപ്പം ശരിക്കും ആഫ്കോൺ കപ്പും കൂടെ വരുന്നു, എംബിയുമോ അമാദ് പോകുന്നു, എത്രയും പെട്ടെന്ന് ക്യാമറൂണും ഐവറി കോസ്റ്റും ഒക്കെ പുറത്താകട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ ഞാൻ വീഡിയോ നിർത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഛന്നം ഭിന്നം കമൻസായിട്ട് ഇടുക.